രണ്ട് ദിനവൃത്താന്തം 21 അധ്യായം. യെഹോശാഫാത്ത് തൻ്റെ പിതാക്കന്മാരെ പോലെ നിദ്ര പ്രാപിച്ചു. ദാവീദിന്റെ നഗരത്തിൽ അവൻ്റെ പിതാക്കന്മാരോടുകൂടി അവനെ അടക്കം ചെയ്തു. അവൻ്റെ മകനായ യെഹോരാം അവനു പകരം രാജാവായി. അവന് യെഹോശാഫാത്തിൻ്റെ പുത്രന്മാരായി അസര്യാവ്, യെഹിയേൽ, സക്കരിയാവ്, അസര്യാവ്, മീഖായേൽ, ശെബത്യാവ് എന്നീ സഹോദരന്മാർ ഉണ്ടായിരുന്നു. ഇവരെല്ലാവരും യഹൂദ രാജാവായ യെഹോശാഫാത്തിൻ്റെ പുത്രന്മാർ. അവരുടെ അപ്പൻ അവർക്ക് വെള്ളിയും പൊന്നും വിശേഷ വസ്തുക്കളുമായ വലിയ ദാനങ്ങളും യഹൂദയിൽ ഉറപ്പുള്ള പട്ടണങ്ങളും കൊടുത്തു. എന്നാൽ യെഹോരാം ആദ്യജാതനായിരിക്കയാൽ രാജത്വം അവന് കൊടുത്തു. യെഹോരാം തൻ്റെ അപ്പൻ്റെ രാജത്വമേറ്റ് തന്നെത്താൻ ബലപ്പെടുത്തിയ ശേഷം തൻ്റെ സഹോദരന്മാരെയൊക്കെയും ഇസ്രായേൽ പ്രഭുക്കന്മാരിൽ പലരെയും വാൾ കൊണ്ട് കൊന്നു. യെഹോരാം വാഴ്ച തുടങ്ങിയപ്പോൾ അവന് 32 വയസ്സായിരുന്നു. അവൻ 8 സംവത്സരം യെരൂശലേമിൽ വാണു. ആഹാബ് ഗൃഹം ചെയ്തതുപോലെ അവൻ ഇസ്രായേൽ രാജാക്കന്മാരുടെ വഴിയിൽ നടന്നു. ആഹാബിൻ്റെ മകൾ അവന് ഭാര്യയായിരുന്നുവല്ലോ. അവൻ യഹോവയ്ക്ക് അനിഷ്ടമായുള്ളത് ചെയ്തു. എന്നാൽ യഹോവ ദാവീദിനോട് ചെയ്തിരുന്ന നിയമനിമിത്തവും അവനും എൻ്റെ പുത്രന്മാർക്ക് ഒരു ദീപം എല്ലായ്പ്പോഴും കൊടുക്കുമെന്ന് വാഗ്ദാനം ചെയ്തിരിക്കുന്ന നിമിത്തവും ദാവീദ് ഗൃഹത്തെ നശിപ്പിപ്പാൻ അവന് മനസ്സില്ലായിരുന്നു. അവൻ്റെ കാലത്ത് ഏദോം യഹൂദയുടെ മേലധികാരത്തോട് മത്സരിച്ച് തങ്ങൾക്കൊരു രാജാവിനെ വാഴിച്ചു. യെഹോരാം തൻ്റെ പ്രഭുക്കന്മാരോടും സകല രഥങ്ങളോടും കൂടെ ചെന്ന് രാത്രിയിൽ എഴുന്നേറ്റ് തന്നെ വളഞ്ഞിരുന്ന ഏദോമ്യരെയും തേരാളികളെയും തോൽപ്പിച്ചു കളഞ്ഞു. എന്നാൽ ഏദോം ഇന്നുവരെ യഹൂദയുടെ മേലധികാരത്തോട് മത്സരിച്ച് നിൽക്കുന്നു. അവൻ തൻ്റെ പിതാക്കന്മാരുടെ ദൈവമായ യഹോവയെ ഉപേക്ഷിച്ചതുകൊണ്ട് ആ കാലത്ത് തന്നെ ലിമ്നയും അവൻ്റെ മേലധികാരത്തോട് മത്സരിച്ചു. അവൻ യഹൂദ പർവ്വതങ്ങളിൽ പൂജാഗിരികളെ ഉണ്ടാക്കി യെരൂശലേം നിവാസികളെ പരസംഗം ചെയ്യുമാറാക്കി യഹൂദയെ തെറ്റിച്ചു കളഞ്ഞു. അവന് ഏലിയ പ്രവാചകൻ്റെ പക്കൽ നിന്നൊരെഴുത്ത് വന്നതെന്തെന്നാൽ, നിന്റെ പിതാവായ ദാവീദിൻ്റെ ദൈവമായ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, നീ നിന്റെ അപ്പനായ യെഹോശാഫാത്തിൻ്റെ വഴികളിലും യഹൂദ രാജാവായ ആസയുടെ വഴികളിലും നടക്കാതെ ഇസ്രായേൽ രാജാക്കന്മാരുടെ വഴിയിൽ നടക്കുകയും ആഹാബ് ഗൃഹത്തിൻ്റെ പരസംഗം പോലെ യഹൂദയെയും യെരൂശലേം നിവാസികളെയും പരസംഗം ചെയ്യുമാറാക്കുകയും നിന്നേക്കാൾ നല്ലവരായ നിന്റെ പ്രതിഭവനത്തിലുള്ള നിന്റെ സഹോദരന്മാരെ കൊല്ലുകയും ചെയ്യുക കൊണ്ട് യഹോവ നിന്റെ ജനത്തെയും നിന്റെ മക്കളെയും നിന്റെ ഭാര്യമാരെയും നിന്റെ സകല വസ്തുവകകളെയും മഹാബാധ കൊണ്ട് ബാധിക്കും. നിനക്കോ ദീനത്താൽ നിന്റെ കുടൽ കാലക്രമേണ പുറത്തു ചാടും വരെ കുടലിൽ വ്യാധി പിടിച്ച് കഠിന ദീനമുണ്ടാകും. യഹോവ ഫെലിസ്ത്യരുടെയും ക്രൂശ്യരുടെയും സമീപത്തുള്ള അറബികളുടെയും മനസ്സ് യെഹോരാമിൻ്റെ നേരെ ഉണർത്തി. അവർ യഹൂദയിൽ വന്ന് അതിനെ ആക്രമിച്ചു. രാജധാനിയിൽ കണ്ട സകല വസ്തുവകകളെയും അവൻ്റെ പുത്രന്മാരെയും അവൻ്റെ ഭാര്യമാരെയും അപഹരിച്ചു കൊണ്ടുപോയി. അതുകൊണ്ട് അവൻ്റെ ഇളയ മകനായ യെഹോവാഹാസ് അല്ലാതെ ഒരു മകനും അവന് ശേഷിച്ചില്ല. ഇതെല്ലാം കഴിഞ്ഞ ശേഷം യഹോവാനെ കുടലിൽ പൊറുക്കാത്ത വ്യാധി കൊണ്ട് ബാധിച്ചു. കാലക്രമേണ 2 സംവത്സരം കഴിഞ്ഞിട്ട് ദീനത്താൽ അവൻ്റെ കുടൽ പുറത്തു ചാടി അവൻ കഠിന വ്യാധിയാൽ മരിച്ചു. അവൻ്റെ ജനം അവൻ്റെ പിതാക്കന്മാർക്ക് കഴിച്ച ദഹനം പോലെ അവന് വേണ്ടി ദഹനം കഴിച്ചില്ല. അവൻ വാഴ്ച തുടങ്ങിയപ്പോൾ അവന് 32 വയസ്സായിരുന്നു. അവൻ 8 സംവത്സരം യെരൂശലേമിൽ വാണ ആർക്കും ഇഷ്ടനാകാതെ കഴിഞ്ഞുപോയി. അവനെ ദാവീദിൻ്റെ നഗരത്തിൽ അടക്കം ചെയ്തു, രാജാക്കന്മാരുടെ കല്ലറകളിൽ അല്ലതാനും.